എന്റെ എല്ലാ സ്വപ്നങ്ങളെ കുഴികുത്തി മൂടിയിലേടി നീ. ഇതാണാടി നിന്റെ ഭാഷയിലെ ചെറിയ തെറ്റ്. നിന്നെ ഞാൻ കൊന്നില്ലല്ലോ എന്നോർത്ത് സന്തോഷോ നീ? മേലാൽ എന്റെ ഫോണിൽ വിളിച്ചു പോയിരുന്നു. വെക്കടി ഫോൺ. എനിക്ക് ജീവിക്കാൻ പണം വേണം. ഞാൻ അതിന് എന്താ ചെയ്യണ്ടേ? നീ എന്തോ ചെയ്യ എനിക്കറിയണമെന്ന് പറഞ്ഞില്ലേ? കാർഡ് ബ്ലോക്ക് ചെയ്യാൻ ചേട്ടത്തിയായിരിക്കും ഉപദേശിച്ചു തന്നത്. എന്റെ ബാങ്ക് കാർഡുകൾ ബ്ലോക്ക് ചെയ്യുന്നതോടെ ഞാൻ അങ്ങോട്ട് അടങ്ങൂന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? നീ നോക്കിക്കോ പ്രണവേ, ഇനി കളിയങ്ങ് മാറാൻ പോവാ. ഞാൻ മുഴുവൻ മീഡിയാസിനെ വിളിച്ചു വരുത്തും. എന്നിട്ട് ഈശ്വരമംഗലത്തെ പ്രണവ് ഗോപിനാഥ് പ്രണയം നടിച്ച് വിവാഹം കഴിച്ച് ചതിച്ചു എന്നും പറഞ്ഞ് ഒരു പത്രസമ്മേളനം അങ്ങോട്ട് നടത്തും. നീ മാത്രമല്ല, നിന്റെ കുടുംബമില്ലേ അങ്ങ് കൊമ്പത്തെ ഈശ്വരമംഗലം. ആ ഈശ്വരമംഗലത്തെ തന്നെ ഞാൻ സമൂഹത്തിന് മുന്നിൽ മാക്സിമം നാറ്റിക്കും. അത് വേണ്ട എങ്കിൽ തൽക്കാലം ഒരു കാര്യം ചെയ്താൽ മതി. എന്റെ കാർഡുകളുടെയൊക്കെ ബ്ലോക്ക് നീ മര്യാദയ്ക്ക് മാറ്റിക്കോ. അത് കഴിഞ്ഞ് ആലോചിക്കുക അടുത്ത് എന്ത് വേണമെന്ന്. നീ പ്രസ് മീറ്റ് വിളിക്കോ, മൈക്ക് കെട്ടിച്ച് വിളിച്ച് പറയോ, എന്താന്ന് വെച്ചാ ചെയ്തോ. എന്ത് നേരിടാൻ തയ്യാറായിട്ട് നിൽക്കോ ഞാൻ. വെക്കടി ഫോൺ. ഹലോ, മോളെ എന്താ? ആ നിധിയുടെ സ്ക്രൂവിനനുസരിച്ച് തുള്ളുക നീ. കാണിച്ചു തരാൻ ഞാൻ. താൻ പറയുന്ന പോലെ നിസ്സാര കാര്യമൊന്നുമല്ല. തറവാടിന്റെ വക ക്ഷേത്രവും ക്ഷേത്രക്കുളവുമാണ്. ഓണം കഴിഞ്ഞ് മേൽശാന്തിയോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് ഇതിനൊരു തീരുമാനം എടുത്താൽ മതി. നിധിക്കുള്ള പണി ഇവിടുന്ന് തന്നെ അങ്ങ് തുടങ്ങിക്കളയാം. എന്തായാലും എന്റെ ഭാഗം സേഫ് ആയിരിക്കുകയും വേണം. ഇപ്പൊ നോക്കിക്കോ. എന്തായാലും തിരുവോണത്തിന്റെ അന്ന് ഞാൻ അങ്ങോട്ടേക്ക് എത്താം. എന്നിട്ട് ആലോചിച്ചാൽ മതി. ആ ശരി. സമയം എന്തായെന്നറിയോ? കഴിക്കണ്ടേ നമുക്ക്? അതിന് ഫുഡുണ്ടാക്കാൻ മെനു അങ്ങോട്ട് പറഞ്ഞല്ലേ ഉള്ളൂ. അതൊന്ന് പാകമായിട്ട് വരട്ടെ. അയ്യോ, അവളെക്കുറിച്ച് ഭൈരവിയമ്മയ്ക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാ. കുക്കിങ്ങില് അസാധ്യ സ്പീഡാ അവൾക്ക്. അവളെപ്പോഴേ എല്ലാം റെഡിയാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് കാണും. ഇത്ര വേഗത്തിലോ? അതെങ്ങനെ ആവാനാ? നിധിയുടെ കുക്കിങ് അങ്ങും ഇങ്ങും എത്തിക്കാണില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പോഴും ഡൈനിങ് ടേബിളിൽ നോക്കിയതല്ലേ ഞാൻ. ഇതിന്റെ പേരില് നിനക്ക് 2 എണ്ണം കിട്ടിയാ അതും എനിക്ക് സന്തോഷമല്ലേ? നീ എന്താ വസുന്ധരി ആലോചിക്കുന്നത്? ഉള്ളതുപോലെ പറയണോന്ന് ചിന്തിച്ചതാ. നിധിയുടെ കാര്യത്തില് വേഗത മാത്രമല്ല, അവൾ എന്തെങ്കിലും വെച്ചുണ്ടാക്കിയ അസാധ്യ ടേസ്റ്റാണ് ഭൈരവ്യമേ. നീ എന്നെ പറഞ്ഞു കൊതിപ്പിക്കാൻ തോന്നല്ലോ. ഏയ്, കൊതിപ്പിച്ചതൊന്നുമല്ല, സത്യമാ. നല്ല ചൂട് ചോറും പരിപ്പും പപ്പടവും ഒക്കെ ഉണ്ടാക്കി വെച്ച് നിധി ഇപ്പൊ കാത്തിരിക്കുന്നുണ്ടാവും. എന്തിനാ വെറുതെ സമയം കളയുന്നേ? എന്നാ പിന്നെ പോയേക്കാം. ഭക്ഷണം നമുക്ക് വേണ്ടി കാത്തിരിപ്പിക്കാന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. ആ വാ. ഭക്ഷണം റെഡിയായില്ല എന്നറിയുമ്പോ എന്തായാലും ഭൈരവി അമ്മയ്ക്ക് ദേഷ്യം വരും. അതുറപ്പാ. ആ എടി നിധി, നീ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഇതെന്താലോചിച്ചോണ്ടിരിക്കുക ഇവിടെ? നീയപ്പോ ഏറ്റവും പറഞ്ഞ് പോയത് എന്നെ പട്ടിണിക്കിടാനായിരുന്നു. എന്താ ഭൈരവ്യമ്മ ഇത്? ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കൂ? പിന്നല്ലാതെ നീ ഇവിടെ താടിക്ക് കഴിയുമ്പച്ചിരിക്കായിരുന്നില്ലേ സ്വപ്നലോകത്തില്? ഭൈരവ്യമ്മ ആവശ്യപ്പെട്ടതെല്ലാം ഉണ്ടാക്കി വെച്ച് ഈ വരവും കാത്ത് ഞാൻ എത്ര നേരമായിട്ട് ഇവിടെ ഇരിക്കുകയാണെന്നറിയോ? ഭൈരവ്യമ്മ വന്നാട്ടെ, ഇരിക്കെ, ഞാൻ വിളമ്പിത്തരാം. ഇത്ര പെട്ടെന്ന് ഇവിടെ ചോറും പരിപ്പേറിയൊക്കെ ഉണ്ടാക്കിയോ? അതെങ്ങനെ?
പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുത്തതാ. മിക്കവാറും ആ ചോറ് വെന്ത് കാണില്ല. നിധി, ഈ പയറ് നന്നായിട്ട് വറുത്തിട്ടൊക്കെ തന്നെയാണോ നീ ഈ പരിപ്പേറി ഉണ്ടാക്കിയിരിക്കുന്നത്? ഡേറ്റ് ഒക്കെ എക്സ്പയർഡ് ആയോന്ന് നോക്കിയിട്ടാണോ നീ നെയ്യൊഴിക്കുന്നത്? വയറിന് വല്ല ദണ്ണവും വരും. നല്ല എണ്ണയിലൊക്കെ തന്നെയാണോ നീ പപ്പടം കാച്ചിരിക്കുന്നത്? ഭൈരവിയമ്മേ, എന്തുപറ്റി? ഒന്നും ഒരു വകയ്ക്ക് കൊള്ളില്ല അല്ലേ? അതെ, ഇന്ന് ഒരു ദിവസത്തേക്ക് ക്ഷമിക്ക്. ഭക്ഷണ കാര്യത്തില് ഞാൻ നാളെ തൊട്ട് പ്രത്യേകം ശ്രദ്ധ വെച്ചോളാം. വേണ്ട. ഞാൻ അന്നത്തിനെ മനഃപൂർവ്വം കുറ്റമൊന്നും പറയാറില്ല. കൈപ്പുണ്യം ഗംഭീരം, നല്ല സ്വാദ്. ആ നെയ്യ് കുറച്ചുകൂടെ ഇങ്ങ് ഒഴിച്ച നിധി. ഒരു പപ്പടം കൂടി വെക്കട്ടെ? ആയിക്കോട്ടെ.